ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ബേബീസ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു മിനി വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. ഇന്നിതാ മിലൂസിന് ഞാൻ മയ്യ എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ പിരി എഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുളിപ്പിച്ചിട്ടൊക്കെ ആൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഉറങ്ങാൻ കുറച്ച് കഷ്ടമാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി നേരം ഉറങ്ങും. ഒരു മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉറങ്ങും കേട്ടോ. ഇപ്പോൾ പിരിയൊക്കെ എഴുതി കൊടുത്തു. ഒരു ഭാഗത്ത് എഴുതിയപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് നല്ല കട്ടി, ഒരു ഭാഗത്ത് നല്ല ചന്തത്തിൽ എഴുതിയിട്ടാണ്. പക്ഷെ ഇപ്പുറത്തെ ഭാഗത്ത് ഇത്തിരി കട്ടിയായി. സാരില്ല, പൗഡർ ഇടുമ്പോൾ ശരിയായിക്കോളും. പിന്നെ ഇതാ കുത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടാ. പിന്നെ ഞാൻ പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് കണ്ണിൽ എഴുതാൻ, പിരി എഴുതാനും കൺമശി എഴുതാനും ഒന്നും ആളെ സമ്മതിക്കില്ല കേട്ടോ. ഉറങ്ങുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കണം. ഉറങ്ങിയാലും ഇതാ സമ്മതിക്കൊന്നുമില്ല, ഇളകൊക്കെ ചെയ്യും. പിന്നെ ഞാനിതാ കണ്ണിലിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഫോൺ പിടിക്കുന്നതുകൊണ്ട് നേരം പോലെ ഇട്ട് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെയാണ്. ഫൈനൽ ലുക്ക് ആയിട്ടില്ല, എന്നാലും ഇങ്ങനെയൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറേ വോയിസ് ഓവറിൽ അപ്പോൾ പിന്നെയെന്നൊക്കെ പറയില്ല. അതൊക്കെ ഞാൻ എനിക്കറിയാണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യുക? ഇതാ അതിൽ പിരി എഴുതിയപ്പോൾ ഒന്ന് തെറ്റിപ്പോയി, മേലെ ഇത്തിരി പരന്നു കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ബാക്കും കൊണ്ട് മായ്ക്കൊക്കെ ചെയ്ത്, എന്നിട്ട് ഞാൻ അടിയിൽ എഴുതി കൊടുത്തിട്ട്, അടിയിൽ കഴുകിയും കൊണ്ടാണ് എഴുതി കൊടുക്കേണ്ടത്. എന്നിട്ട് ആൾ അപ്പുറത്തേക്ക് ചരിഞ്ഞ് കിടന്നിട്ടാ. എന്നിട്ട് ഞാൻ നേരെ കടത്തിയിട്ട് തൊട്ടിയിലാക്കിയിട്ടാണ്. എന്നിട്ട് ഞാൻ എൻ്റെ പണി ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ പുറത്ത് പോയപ്പോഴാണ് എന്താ അവിടെ ഒരാൾ നല്ല സുഖമായി ഉറങ്ങണം. കുറേ നേരം ഇതുണ്ടോ, മിലൂസിനെ ഉറക്കാൻ കിടത്തി ഇവനെ ഉറങ്ങും. അങ്ങനെ ഇതാ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നപ്പോൾ പെട്ടെന്ന് ഞെട്ടി എണീച്ചിട്ടാ. എനിക്ക് സത്യം പറഞ്ഞാൽ പൂച്ചിന് ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഇതിന് ഇഷ്ടമൊക്കെ തന്നെ. ഇഷ്ടമല്ല, പേടിയാണ്. പിന്നെ ഇവനിപ്പോൾ പേടിയൊന്നുമില്ല, ഇവന് എന്നെ നല്ല പേടിയാണ് കേട്ടോ. പിന്നെ ഇതാ വെളിയിൽ വന്നപ്പോൾ തുമ്പികളൊക്കെ ഉണ്ടായിരുന്നു. പൂച്ചിന് ഇഷ്ടമാണ്, പക്ഷെ പേടിയാണെന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. മിലൂസിനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് തിരുമ്പിയത്. പിന്നെ ഇനി ഉണക്കാടണം. അപ്പോഴാണ് ഇതാ അവിടെ ഒരു കോഴി ഉള്ളത്. അത് കൊത്തുന്ന കോഴിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറേ നേരം നോക്കി നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ പോകണ്ടായിരുന്നില്ല. പിന്നെ ഇതാ അവിടെ നിറയെ കുപ്പകളുണ്ട്. സംഭവം നല്ല കാറ്റായിട്ട് നിറയെ കുപ്പകൾ മേലേക്കൊക്കെ കയറി കിടക്കുകയാണ് കേട്ടോ. ഇനി അതിനെയൊക്കെ അടിച്ച് ഒരു വൃത്തിയാക്കി വെക്കണം. ഒന്നുമില്ലെങ്കിൽ മിലൂസ് എണീച്ചിട്ട്, അല്ലെങ്കിൽ മിലൂസ് എണീക്കുന്ന മുന്നേ എന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ മിലൂസ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ഉണക്കാട്ടെ. ഇനി മിലൂസിൻ്റെ ഡ്രസ്സ് ഉണങ്ങാറുണ്ട്. അത് ഞാൻ ഡ്രസ്സൊക്കെ ഉണക്കാറുണ്ട് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പുറത്തെ കൂടെ വന്നിട്ട് ഞാൻ ഉറങ്ങി വിചാരിച്ചു, പക്ഷെ ആൾ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഇതാ നോക്കിയിട്ടിരിക്കുകയാണ്. പിന്നെ ഉറങ്ങും കേട്ടോ. മിലൂസും പൂച്ചയും ഒരേപോലെയാണ്. രണ്ടുപേരും ചിലപ്പോൾ ഒരേ ടൈമിൽ ഉറങ്ങും, കളിയൊക്കെ ഒപ്പമാണ് കേട്ടോ. പിന്നെ ഞാൻ മുന്നിൽ കൂടെ വരാൻ നിൽക്കുമ്പോഴേക്കും അവിടെ പൂട്ടിയിരിക്കണം. അപ്പോൾ ബാക്കിൽ കൂടെ വന്ന് നോക്കണം, ആളിവിടെ വന്ന് കിടക്കണം കേട്ടോ. പിന്നെ മിലൂസിൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ ഉള്ളിലാണ് ഇടുന്നത്. കാരണം പുറത്തിട്ട് കാരണം ചിലപ്പോൾ താഴെ വീഴും. അതുകൊണ്ട് കാറ്റടിച്ച് താഴേക്ക് വീഴുമ്പോഴേക്കും ഞാൻ ഉള്ളിലാണ് ഇടുന്നത്. അപ്പോൾ ഇതാ ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ തിരുമ്പിയ ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ സ്ലോ ആക്കിയിരിക്കണം, കാരണം ഇത്തിരി വെള്ളം ഒറ്റിൽ കൂടുതലുണ്ട്. കൂടുതലൊന്നുമില്ല, എന്നാലും കുറച്ച് വെള്ളം ഒറ്റുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പിഴിയിൽ അങ്ങനെയൊക്കെ ഒറ്റാറൊക്കെയുണ്ട്. പിന്നെ ഇതാ പുറത്തത്തെ വ്യൂ ആണ് കേട്ടോ. ജനൽ തുറന്നത് ഡ്രസ്സൊക്കെ ഇട്ട് പറഞ്ഞു. പിന്നെ ജനൽ തുറന്നിട്ട് അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നിറയെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ അവിടെ കുറേ പാടത്ത് കുറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതാ അവിടെ കുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. അതാ അതിൻ്റെ ഒപ്പം തരാം ഒരു നായും കൂടെ ഓടിപ്പോണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. ചിലപ്പോൾ ജനൽ തുറന്നിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ കയറി വന്നാൽ കയറി വരുമായിരിക്കും. കയറി വന്നിട്ടുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നമ്മുടെ പാമ്പ് തന്നെയാണ്. അത് ജനലിൽ കൂടെ വന്നാണോ അതോ ഇനി മുമ്പത്ത് കൂടെ വന്നാണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇതാ പിന്നെ നല്ല ഉറക്കത്തിലാണ് മിലൂസ്, നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അങ്ങനെ മിലൂസ് ഉറങ്ങി എണീച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മുഖത്ത് ഓരോ എക്സ്പ്രഷനൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കൺമശിയും കുത്തൊക്കെ ഇട്ട് കണ്ടിട്ട് ഓരോന്ന് എക്സ്പ്രഷൻ ഇട്ടുകൊണ്ടിരിക്കുക. പിന്നെ എന്നെ നോക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നോക്കി ചിരിക്കണ്. പിന്നെ കുത്തൊക്കെ ഇങ്ങനെ കാണിച്ചു തരികയാണ് കേട്ടോ അവള്. പൂച്ച എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾ എണീച്ചിട്ട് പൂച്ചിനെ എണീപ്പിക്കാൻ വിളിക്കുന്നു. എൻ്റെ അടുത്ത് നിന്ന് ബ്രഷൊക്കെ വേണം പറഞ്ഞ് ബ്രഷൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ആൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പെൻസിലും കൊണ്ട് സ്കെച്ചും കൊണ്ടൊക്കെ പണി. അത് ഇപ്പിച്ച് പല്ല് വയ്ക്കാൻ വേണ്ടി വാങ്ങി തന്നെയല്ലേ?
എന്നിട്ടോ ഇന്നലെ അച്ഛനും ഇക്കും ഒക്കെ വണ്ടി കഴുകുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആള് കണ്ടിട്ട് ബക്കറ്റ് അവിടെ കണ്ടപ്പോൾ ബ്രഷും കൊണ്ട് വണ്ടി കഴുകാൻ തുടങ്ങിയിട്ടാ. എന്ത് ചെയ്യുന്നേ വണ്ടി കഴുകുക? മെലൂസ് ഇക്കും ഇതാ നല്ല പൂച്ച സ്നേഹിയാണ് കേട്ടോ. പൂച്ചനെ എടുത്തിട്ട് ഉമ്മ കൊടുക്കുന്നത്. മാറ്. ആര്? പൊന്നിന്റെ ചെരുപ്പ് എവിടെ? ചെരുപ്പിട്. ചെരുപ്പ് എവിടെ? മേലെ നോക്കുക. ഇതടി അതാ അവിടെ. അതാ ഇങ്ങോട്ട് വാ. ഇവിടെ നോക്കുക. അവിടെ 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 കണ്ടില്ല? മിച്ചിൻ്റെ അടുത്തേക്ക് വാ. അടിയുള്ളൂ. എന്താ പൊന്നു പറഞ്ഞു? ഞാനാ എടുക്കാൻ കിട്ടില്ല. പറയ്. ആരെ പോയി? അതാ ആരൊക്കെ പോണു നോക്കതാ. അതാരാ വരുന്നേ? അബിയല്ല, ഏട്ടന്മാരാ വരുന്നേ. ഏട്ടൻ, ചേച്ചി, അപ്പുവാ. ക്രിസ്മസ് അപ്പൂപ്പനാ വരുന്നേ. അതാ നോക്കതാരാ വരുന്നേ പറയും. ആരാണത്? അപ്പല്ലേടി, ഏട്ടന്മാരാടി. എവിടെ പോണ്? അങ്ങോട്ട് പോണ്. അങ്ങനെ ഇതാ മെലൂസ് ചൂലൊക്കെ എടുത്ത് അടിച്ചു വിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഭാഗമൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. ഇനി അവിടെ ക്ലീൻ ചെയ്യണേ. മെലൂസ് അപ്പോഴേക്ക് അപ്പുറത്തെ വീടൊക്കെ എത്തിയിട്ട് ഞാൻ അടിച്ചു വിടാൻ തുടങ്ങുമ്പോഴേക്കും അവൾ അവിടെ എത്തി. പിന്നെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ എന്നെ അടിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് വിട്ടാക്കിയിട്ടാണ്. അവിടെ പോയി ചായയൊക്കെ കുടിക്കണം ആൾ. ഇതാ അടിച്ചു വിട്ടിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. അടിച്ചു വിട്ടും പിന്നെ അടുത്തത് അപ്പുറത്തെ വീട്ടിൽ പോകുകയാണ് കേട്ടോ. ഞാൻ മെലൂസിൻ്റെ അടുത്തേക്ക്. അവളവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ അവൾ എന്തൊക്കെയോ വളവൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുല്ലപ്പൂവിൻ്റെ മുട്ടൊക്കെ വലിച്ചിട്ട് വന്ന് എൻ്റെ കയ്യിൽ തരുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നൊക്കെ പറയണേ. അപ്പോൾ ആൾ പോയി തെറ്റി നിൽക്കുകയാണ് കേട്ടോ. ചിന്നുവിനാണ്.
വേണ്ട കുഞ്ഞേ. അതാ അച്ഛ വടിയെടുത്തിട്ട് വരുന്നുണ്ട്. അതാ മില്ലൂസ് ഇതാ അവിടെ പോയി നിന്ന് എന്തെങ്കിലുമൊക്കെ വിളവ് ഒപ്പിക്കാൻ പറ്റുമോ പറഞ്ഞിട്ട് ചിന്നുവിനെ നോക്കണം കേട്ടോ. ചിന്നുവിനെ കുറേ കല്ലൊക്കെ എടുത്ത് എറിയും. അവളെ എന്തൊക്കെയോ കാട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ ഒറ്റയ്ക്ക് കളിക്കുകയൊക്കെ ചെയ്യും. ഒറ്റയ്ക്ക് അതാരാണ് നോക്കുക? അതാ ചേച്ചി. അതാ എന്ത് ടാറ്റ കാണിച്ചിട്ട് പോകുക എവിടേക്ക്? ചാലി കളിക്കുന്ന ചേച്ചിമാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെയും കൂട്ടിയിട്ട് ഞാൻ പോകുകയാണ്. അവള് പിടിച്ച് വലിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. രണ്ട് 3 ദിവസമായിട്ട് ആള് ചാലി കളിക്കണം. അപ്പം ഞാൻ ഇറങ്ങണ്ട ബോബോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് എത്തിക്കാണ് കേട്ടോ. വെള്ളത്തിൽ എന്തൊക്കെയോ പാറ്റകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാറ്റകളെ കണ്ടിട്ട് ഞാൻ ബോബോ ആണ് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി. കാല് വെള്ളം ഒരു കുഞ്ഞു മീൻ വന്നു കേട്ടോ. സംഭവം എന്താ മീനും പാസാറും ഒരുപോലെ ആയതുകൊണ്ട് കാണുന്നില്ല കേട്ടോ. ചെറിയൊരു മീൻ അവിടെ ഉണ്ട്. പിന്നെ അവസാനം ഞങ്ങൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കളിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് വന്നു. 2 ദിവസമായിട്ട് ഫുള്ള് വെള്ളത്തിൽ കളി തന്നെയായിരുന്നു. പിന്നെ ഇത് അവിടെ നിന്ന് ചിന്നു പാത്രം തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൊടുത്ത പാത്രമായിരുന്നു. അപ്പോൾ അത് തന്ന് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അവൾക്ക് ഞാൻ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ടാണ്. അപ്പോൾ ക്രീം മാത്രമേ കഴിക്കുള്ളൂ, ബിസ്ക്കറ്റ് തന്നില്ല. അപ്പോൾ ക്രീമും വേറെ ബിസ്ക്കറ്റിൻ്റെ കൊണ്ട് എടുക്കുകയാണ് കേട്ടോ ആൾ. അപ്പോൾ ക്രീമൊക്കെ കഴിച്ചിട്ട് ബിസ്ക്കറ്റ് എനിക്കാണ് കേട്ടോ തരിക. അപ്പോൾ ക്രീം നല്ല ഇഷ്ടമാണ്. എല്ലാത്തിൻ്റെയും ക്രീം കഴിക്കും കേട്ടോ. ബിസ്ക്കറ്റ് എനിക്കും തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ. അപ്പം മില്ലൂസ് ഇതാ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ബായ്, ടാറ്റ, ഫ്ലൈങ് കിസ്സൊക്കെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.